ഹായ് എവ്രിവൺ. അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് ജൂലിയ ഓർ ലൂന എന്ന ചാപ്റ്ററിലെ ക്വസ്റ്റ്യൻ ആൻസേഴ്സ് ആണ്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. मैं नहीं उतरूंगी लड़की के इस निर्णय पर आपका विचार क्या है? मैं नहीं उतरूंगी എന്ന് വെച്ചാൽ എന്താ, ഞാൻ താഴെ ഇറങ്ങില്ല എന്ന് ലഡ്കിക്ക് ഇസ് നിർണയ പർ എന്ന ലഡ്കിയുടെ ആ പെൺകുട്ടിയുടെ തീരുമാനത്തിൽ നിങ്ങളുടെ വിചാർ എന്താണ്, അതായത് നിങ്ങളുടെ തോട്ട്സ് എന്താണ്, നിങ്ങൾ ഇതിനെക്കുറിച്ച് എന്താണ് ചിന്തിക്കുന്നത് എന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ നമുക്ക് ആൻസർ നോക്കാം. മേരെ മത് മേ ലഡ്കി ने बहुत सही निर्णय लिया है. അപ്പോൾ മേരെ മത് മേ എന്ന് വെച്ചാൽ എൻ്റെ അഭിപ്രായത്തിൽ പെൺകുട്ടി എന്താണ് വളരെ കറക്റ്റ് ആയിട്ടുള്ള ഒരു തീരുമാനം തന്നെയാണ് എടുത്തത്. സഹി എന്ന് വെച്ചാൽ കറക്റ്റ് ആയിട്ടുള്ള, നിർണയം എന്ന് വെച്ചാൽ എന്താ, തീരുമാനം. क्योंकि उन हट्टे कट्टे लोगों की डर से अगर वह पेड़ से उतर जाती तो वे लोग उस पेड़ को काट लेते. അപ്പോൾ എന്തുകൊണ്ടാണ് അത് കറക്റ്റ് ആണെന്ന് പറയുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ പെൺകുട്ടി ആ ഹട്ടെ കട്ടെ ലോകം എന്ന് വെച്ചാൽ എന്താ, ബലവാന്മാരായ ആ വ്യക്തികളുടെ പേടി കാരണം, ഡർ സേ എന്ന് വെച്ചാൽ എന്താണ്, പേടി കാരണം, അഗർ വ പേട് സേ ഉത്തർ ജാത്തി എന്താണ്, താഴെ ഇറങ്ങുകയായിരുന്നെങ്കിൽ, മരത്തിൽ നിന്നും താഴെ ഇറങ്ങുകയായിരുന്നെങ്കിൽ, വേ ലോഗ് ഉസ് പേട് കോ കാട്ട് ലേത്തെ അവർ ആ മരം മുറിക്കുമായിരുന്നു. പേട് കി സുരക്ഷാ കിലിയെ യ അനിവാര്യത മരത്തിന്റെ സുരക്ഷയ്ക്ക് വേണ്ടിയിട്ട് ഇത് വളരെ അനിവാര്യമായിട്ടുള്ള ഒരു കാര്യമായിരുന്നു. അതുകൊണ്ട് തന്നെ ആ പെൺകുട്ടി ചെയ്തത് ശരിയാണ്, അല്ലെങ്കിൽ പറഞ്ഞത് ശരിയാണ് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് എന്നാണ് ഈ ഒരു ആൻസറിൽ പറഞ്ഞിട്ടുള്ളത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം ഇനി. लड़की चहचहाई, यहाँ चहचहाई शब्द का प्रयोग क्यों किया होगा? അപ്പോൾ ഇങ്ങനെ ഒരു സെന്റൻസ് ഉണ്ട്, ലഡ്കി ചഹചഹായി എന്ന്. അപ്പോൾ ഇവിടെ എന്തുകൊണ്ടാണ് ചഹചഹായി എന്നുള്ള വാക്ക് ഉപയോഗിച്ചിരിക്കുന്നത് എന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ ചഹചഹായി എന്ന് പറഞ്ഞാൽ മധുരമായിട്ടുള്ള ശബ്ദത്തിൽ സന്തോഷത്തോടു കൂടിയിട്ട് സംസാരിക്കുക എന്നുള്ളതാണ്. അപ്പോൾ എന്തുകൊണ്ടാണ് ഇവിടെ ഈ വാക്ക് പ്രയോഗിച്ചിട്ടുണ്ടാവുക എന്ന് നമുക്ക് നോക്കാം. അപ്പോൾ സെക്കൻഡ് ക്വസ്റ്റ്യൻ്റെ ആൻസർ എന്താണ്? यहाँ चहचहाई शब्द का प्रयोग लड़की की खुशी और उत्साह को दर्शाने के लिए किया गया है. അപ്പോൾ ഈ ഒരു പാരഗ്രാഫില് ചഹചഹായി എന്ന് പറഞ്ഞ ശബ്ദം എന്ന് വെച്ചാൽ വാക്ക് ഉപയോഗിച്ചത് എന്തിനാണ്? ലഡ്കി കി ഖുഷി ഓർ ഉത്സാഹ്, ഈ പെൺകുട്ടിയുടെ സന്തോഷവും അതുപോലെ തന്നെ ഉത്സാഹവും ദർശാനെ കെ ലിയെ എന്ന് വെച്ചാൽ കാണിക്കാനായിട്ടാണ്. जैसे पक्षी चहचहाकर अपनी प्रसन्नता व्यक्त करते हैं, वैसे ही लड़की ने भी आनंद और उत्साह से अपनी भावना प्रकट की है. അപ്പോൾ എങ്ങനെയാണോ പക്ഷികൾ ചഹചഹാക്കർ ഇങ്ങനെ ഒരു തരം ശബ്ദം ഉണ്ടാക്കുക, സന്തോഷത്തിൽ ഇങ്ങനെ ചിലയ്ക്കുന്നതിനെയാണ് ചഹചഹാന എന്ന് പറയുക. അപ്പോൾ എങ്ങനെയാണോ പക്ഷികൾ ഈ ശബ്ദം ഉണ്ടാക്കിയിട്ട് അവരുടെ സന്തോഷം വ്യക്തമാക്കുന്നത്, അതുപോലെ തന്നെയാണ് ഈ പെൺകുട്ടിയും അത്തരം ഒരു ശബ്ദം പുറപ്പെടുവിച്ചിട്ട് തൻ്റെ സന്തോഷവും ഉത്സാഹവും കാണിച്ചത്. ഭാവന എന്ന് വെച്ചാൽ ഇമോഷൻസ് അല്ലെങ്കിൽ ഫീലിങ്സ് എന്നുള്ള അർത്ഥമാണ്. അവരുടെ ആ പെൺകുട്ടിക്ക് അപ്പം ഉണ്ടായിരുന്ന ഭാവന എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്, ഇമോഷൻ എന്ന് പറഞ്ഞാൽ സന്തോഷമായിരുന്നു. കാരണം എല്ലാ ആളുകളും ആ കുട്ടിയെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്, മരം മുറിക്കപ്പെട്ടിട്ടില്ല. അപ്പോൾ ആ സന്തോഷം കാണിക്കാനായിട്ട് ആ പെൺകുട്ടി ഇങ്ങനെ ചിരിച്ച് സന്തോഷത്തോടു കൂടി സംസാരിക്കുക അല്ലെങ്കിൽ ഒരു ശബ്ദം ഉണ്ടാക്കുകയാണ്. അപ്പോൾ അതിനെ പക്ഷികളുടെ ചഹചഹാന എന്ന സംഭവത്തോട് ചേർത്തിട്ടാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. चहचहाई शब्द का प्रयोग लड़की की खुशी को पक्षियों की चहचहाहट से तुलना करते हुए दर्शाने के लिए किया गया है. നേരത്തെ പറഞ്ഞ കാര്യം തന്നെയാണ്, ജസ്റ്റ് ഒറ്റ സെന്റൻസിൽ എഴുതിയെന്നേ ഉള്ളൂ. അപ്പോൾ സാധാരണയായിട്ട് നമ്മൾ ചഹചഹാന എന്നുള്ള വാക്ക് പക്ഷികളെ സംബന്ധിച്ചാണ് പറയുന്നത്. പക്ഷെ അതിനോട്, ആ പക്ഷിയുടെ ചഹചഹാഹട്ടിനോട് എന്താണ്, ഈ പെൺകുട്ടിയുടെ സന്തോഷത്തിനെ കമ്പയർ ചെയ്യാനാണ് പെൺകുട്ടി അല്ലെങ്കിൽ ലഡ്കി ചഹചഹായി എന്ന് ഉപയോഗിച്ചിട്ടുള്ളത് എന്നാണ് അതിന്റെ അർത്ഥം. ഓക്കെ, ഇനി നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. 738 दिनों तक पेड़ काटने का इंतजार करने के बाद एक दिन वे आदमी चुपचाप वहां से जाने लगे. इस पर आपका विचार क्या है? അങ്ങനെ 738 ദിവസങ്ങൾ ഈ മരം മുറിക്കാനായിട്ട് വെയിറ്റ് ചെയ്തതിന് ശേഷം ആ ആളുകൾ അവിടെ നിന്ന് മിണ്ടാതെ പോവാനായിട്ട് തുടങ്ങി എന്നൊരു സെന്റൻസ് ഉണ്ട് സ്റ്റോറിയിൽ. അപ്പോൾ ഇതിനെക്കുറിച്ച് നിങ്ങൾ എന്താണ് ചിന്തിക്കുന്നത് എന്നാണ് ചോദിക്കുന്നത്. इससे पता चलता है कि अगर हम पूरे मन से चाहें तो कुछ भी ദിഖാ സക്തി ഹെ. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാകുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ പൂർണ്ണ മനസ്സോട് കൂടിയിട്ട്, പൂരെ മനസ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ പൂർണ്ണ മനസ്സോട് കൂടിയിട്ട് എന്തെങ്കിലും കർ ദിഖാന ചാഹെ, അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും ചെയ്യാനായിട്ട് ആഗ്രഹിക്കുകയാണെന്നുണ്ടെങ്കിൽ, ചാഹന എന്ന് വെച്ചാൽ ആഗ്രഹിക്കുകയാണെങ്കിൽ എന്താണ്, तो कुछ भी कर दिखा सकते हैं. അപ്പോൾ അങ്ങനെ നമ്മൾ ആഗ്രഹിക്കുമ്പോൾ നമുക്ക് എന്തും ചെയ്യാനായിട്ട് പറ്റും എന്നാണ് ഫസ്റ്റ് സെന്റൻസിന്റെ മീനിങ്. यहाँ 700
38 दिनों में सेठ और उसके आदमी ജൂലിയ और ലൂണ की दोस्ती के सामने हार गए. അപ്പോൾ ഇവിടെ നമ്മൾ എന്താണ് കാണുന്നത്? 738 ദിവസം സേട്ടും അതുപോലെ തന്നെ സേട്ടിന്റെ ആദ്മി, ആ ബലവാന്മാരായിട്ടുള്ള വ്യക്തികൾ, മരം മുറിക്കാനായിട്ട് വന്ന വ്യക്തികള് ജൂലിയ ഓർ ലൂണ की दोस्ती, ജൂലിയയും ലൂണയും തമ്മിലുള്ള ആ ഒരു ഫ്രണ്ട്ഷിപ്പിന്റെ കെ സാമനെ, മുന്നില് ഹാർ ഗയെ എന്ന് വെച്ചാൽ തോറ്റുപോയി. അപ്പം ജൂലിയയ്ക്ക് ലൂണയോടുള്ള സ്നേഹത്തിന് മുന്നില് ആ സേട്ടും മരം മുറിക്കാൻ വന്ന എല്ലാരും തോറ്റുപോയി. जूलिया ने छोटी बच्ची होते हुए भी धैर्य रखा और अपनी दोस्त लूना के लिए इस हद तक लड़ पड़ी कि सेठ और उनके आदमियों को पेड़ को काटे बिना चुपचाप वहां से जाना पड़ा. എന്നിട്ട് പിന്നീട് എന്താ പറയുന്നത്? ജൂലിയാനെ ചോട്ടി ബച്ചി ഹോത്തെ ഹുവേ ബി, ജൂലിയ ഒരു ചെറിയ പെൺകുട്ടി ആയിട്ട് കൂടിയും ധൈര്യ രഖ, എന്താണ്, ധൈര്യത്തോടെ ഇരുന്നു. ഓർ അപ്നി ദോസ്ത് ലൂണ കെ ലിയെ, തന്റെ സുഹൃത്തായിട്ടുള്ള ലൂണയ്ക്ക് വേണ്ടിയിട്ട് ഇസ് ഹദ് തക് ലഡ്പടി, ഹദ് എന്ന് വെച്ചാൽ ലിമിറ്റ് എന്നാണ്, ആ ഒരു പരിധി വരെ എന്ത് ചെയ്തു? ലഡ്പടി, അതിനു വേണ്ടിയിട്ട് ഫൈറ്റ് ചെയ്തു. കി സേठ और उनके आदमियों को पेड़ को काटे बिना चुपचाप वहां से जाना पड़ा. എന്നിട്ട് അതിന്റെ റിസൾട്ട് ആയിട്ട് എന്താണ് ഉണ്ടായത്? സേട്ടും അതുപോലെ തന്നെ സേട്ടിന്റെ കൂടെ വന്ന വ്യക്തികളും അവർക്ക് മരം മുറിക്കാതെ, പേട് കോ കാട്ടെ ബിന എന്ന് വെച്ചാൽ മരം മുറിക്കാതെ തന്നെ ചുപ്ചാപ്പ്, ഒന്നും മിണ്ടാതെ വഹാസെ ജാനാ പട, അവിടെ നിന്ന് പോവേണ്ടതായിട്ട് വന്നു. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകുന്നതിന് മുൻപ് എനിക്ക് ചെറിയൊരു കറക്ഷൻ പറയാനുണ്ട്. ഞാൻ ഈ ഒരു ചാപ്റ്റർ എക്സ്പ്ലെയിൻ ചെയ്ത സമയത്ത് ഈ ഫസ്റ്റ് ലൈൻ എക്സ്പ്ലെയിൻ ചെയ്തിട്ട് ജൂലിയ ലോറൻ ഹിൽ കാ ജന്മ 18 ജാനുവരി 1974 എന്നാണ് വീഡിയോയിൽ പറഞ്ഞത്. അത് വായിച്ചപ്പോഴേ ജാനുവരി എന്നാണ് വായിച്ചത്, അതുകൊണ്ട് പറഞ്ഞപ്പോൾ തെറ്റിപ്പോയതാണ്. അപ്പോൾ 18 ജാനുവരി അല്ല, 18 ഫെബ്രുവരി ആണ്. അതെല്ലാവരും ഒന്ന് ശ്രദ്ധിക്കണം കേട്ടോ. ആ വീഡിയോയിൽ എന്താ അങ്ങനെ പറ്റിയെന്ന് അറിയില്ല, പക്ഷെ ഞാൻ വായിച്ചതും എക്സ്പ്ലെയിൻ ചെയ്തതും ജാനുവരി എന്നാണ്. ജാനുവരിയിലല്ല, 18 ഫെബ്രുവരി 1974 ജൂലിയ ലോറൻ ഹിൽ ജനിച്ചിട്ടുള്ളത്. ഓക്കെ, ഇനി നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. കഹാനി കെ ആധാർ പർ സഹി പ്രസ്താവ് ചുൻകർ ലിഖേ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? സ്റ്റോറിനെ ബേസ് ചെയ്തിട്ട് ഇതിൽ കറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ഏതാണ് എന്ന് നോക്കിയിട്ട് അത് സെലക്ട് ചെയ്തിട്ട് എഴുതാനാണ് പറയുന്നത്. ലഡ്കിനെ ചുനോത്തിയോ കാ സാമന കിയ, കറക്റ്റ് ആണ്. ചുനോത്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചാലഞ്ച് അല്ലെങ്കിൽ വെല്ലുവിളികൾ. അപ്പോൾ ഈ പെൺകുട്ടിയുടെ മുന്നിൽ ഇവിടെ എന്ത് വെല്ലുവിളി ഉണ്ടായിരുന്നത്? മരം മുറിക്കുക എന്നുള്ളതാണ്. അപ്പൊ ആ മരത്തെ മുറിക്കപ്പെടാതെ സംരക്ഷിച്ചു, അതുകൊണ്ട് അത് കറക്റ്റ് ആണ്. ലഡ്കിനെ വിപത്തി മേ പേട് കോ ഛോഡ് ദിയ, അത് തെറ്റാണ്. അതിന്റെ അർത്ഥം എന്താണ്? വിപത്തി എന്ന് വെച്ചാൽ ഒരു പ്രശ്നഘട്ടത്തില് പെൺകുട്ടി മരത്തെ വിട്ടുപോയി എന്നാണ് പറയുന്നത്. ഛോഡ്നാന്ന് വെച്ച് കഴിഞ്ഞാൽ വിട്ടുപോവുക, വിട്ടുപോയിട്ടില്ലല്ലോ, അതിന്റെ ഒപ്പം തന്നെ ഇരുന്നു, അതുകൊണ്ട് ആ സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. ലഡ്കിനെ ജീവൻ കി സുവിധായെ ഛോഡ് ദി, അത് ശരിയാണ്. കാരണം മരത്തിൽ തന്നെ ഇരിക്കുകയാണ് ചെയ്തത് 2 വർഷത്തോളം. ജീവൻ കി സുവിധായ എന്ന് വെച്ചാൽ ജീവിതത്തിലെ സുഖ സൗകര്യങ്ങൾ അത് മരത്തിന് വേണ്ടിയിട്ട് ഉപേക്ഷിച്ചു എന്നാണ് പറയുന്നത്. കറക്റ്റാ. ലഡ്കി സേട്ട് കെ അജീബോ ഗരീബ് തർക്കീബോ സെ ഡർ ഗയി, അപ്പോ ഈ സേട്ട് ചെയ്തിട്ടുള്ള അജീബോ ഗരീബ് എന്ന് വെച്ചാൽ വിചിത്രമായിട്ടുള്ള ഓരോ വഴികൾ, ആ പെൺകുട്ടിയെ മരത്തിൽ നിന്ന് താഴേക്കും ഇറക്കാനായിട്ട് ഓരോ വഴികൾ ചെയ്തപ്പോൾ അത് കണ്ടിട്ട് പേടിച്ചു എന്നാണ് പറയുന്നത്. പേടിച്ചില്ല, അപ്പൊ ആ സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. ലഡ്കി അപ്നി ദോസ്തി പർ അട്ടൽ രഹി, പെൺകുട്ടി തന്റെ ഫ്രണ്ട്ഷിപ്പിൽ നിന്ന് ഒരടി മാറിയില്ല. അട്ടൽ രഹനാന്ന് വെച്ചാല് നീങ്ങിയില്ല എന്നാണ്. അപ്പം ആ ഫ്രണ്ട്ഷിപ്പ് എന്താണ്? ആ മരം ഇനി മുറിക്കപ്പെടില്ല എന്ന് ഉറപ്പുവരുത്തുന്നത് വരെ ആ പെൺകുട്ടി ആ ഫ്രണ്ട്ഷിപ്പിൽ ഉറച്ചു നിന്നു. അപ്പൊ ആ 3 സ്റ്റേറ്റ്മെന്റ് ആണ് കറക്റ്റ് ആയിട്ടുള്ളത്. ഇനി നമൂനയ്ക്ക് അനുസാർ വാക്യക പുനർലേഖൻ കരെ, നമൂന എന്ന് വെച്ചാൽ എക്സാമ്പിൾ എന്നാണ്. ഉദാഹരണം നോക്കുക, ആ ഉദാഹരണത്തിനനുസരിച്ചിട്ട് താഴെ തന്നിട്ടുള്ള സ്റ്റേറ്റ്മെന്റ്സും കൂടി മാറ്റി എഴുതാനാണ് പറയുന്നത്. പുനർലേഖൻ കർണമെന്ന് വെച്ചാൽ എന്താണ്? മാറ്റി എഴുതുക, വീണ്ടും അത് എടുത്ത് മാറ്റി എഴുതണം. मैं नहीं उतरूंगी ലഡ്കി ചില്ലായി, അപ്പോൾ അവിടെ എന്താണ്? ഡബിൾ ഇൻവെർട്ടഡ് കോമയിലാണ് എഴുതിയിട്ടുള്ളത്. അപ്പോൾ मैं नहीं उतरूंगी എന്ന് പറഞ്ഞു, അത് ആ പെൺകുട്ടി പറഞ്ഞ കാര്യമാണ് ഇൻവെർട്ടഡ് കോമയിൽ കൊടുത്തിട്ടുള്ളത്. ഇനി ഈ 2 സെന്റൻസിനെയും കൂടി എങ്ങനെയാണ് കൂട്ടി ഒറ്റ സെന്റൻസ് ആക്കി മാറ്റുന്നത് എന്നാണ് താഴെ പറഞ്ഞിട്ടുള്ളത്. ലഡ്കി ചില്ലായി കി മാ നഹി ഉത്തരൂങ്കി, എന്താണ്? പെൺകുട്ടി അലറി വിളിച്ചുകൊണ്ട് പറഞ്ഞു ഞാൻ ഇറങ്ങില്ല എന്ന്. മുകളിലത്തെ സെന്റൻസ് എങ്ങനെയാ വായിക്കുക? മാ നഹി ഉത്തരൂങ്കി, ഞാൻ ഇറങ്ങില്ല. ലഡ്കി ചില്ലായി, പെൺകുട്ടി അലറി. അങ്ങനെ 2 സെപ്പറേറ്റ് സെന്റൻസ് പോലെയാണ്. പക്ഷെ ഇത് ഒറ്റ സെന്റൻസ് ആക്കുമ്പോൾ ലഡ്കി ചില്ലായി കി മാ നഹി ഉത്തരൂങ്കി, പെൺകുട്ടി അലറിക്കൊണ്ട് പറഞ്ഞു എന്താണ് പറഞ്ഞത്? ഞാൻ ഇറങ്ങില്ല എന്ന്. അങ്ങനെയാണ് ആ കീ ചേർത്ത് എഴുതേണ്ടത്. അപ്പോൾ താഴെ കൊടുത്തിട്ടുള്ള സെന്റൻസ് എങ്ങനെ അങ്ങനെ മാറ്റേണ്ടത് നമുക്ക് നോക്കാം.
അപ്പൊ നിങ്ങൾ ഇവിടെ നോക്കുകയാണെങ്കിൽ ആദ്മിയോ നെ സോച്ച ആഖിർ കബി തോ ഉത്തരേഗി തബ് കാട്ടേങ്കെ പേട്കോ. അപ്പൊ ഇവിടെ ഇൻവെർട്ടഡ് കോമയിൽ എഴുതിയിട്ടുള്ളതാണ് അവര് പറഞ്ഞ സെന്റൻസ്. അപ്പൊ നമ്മൾ ഇത് എങ്ങനെയാണ് മാറ്റി എഴുതുക വെച്ചാല് ആദ്മിയോ നെ സോച്ച കീ എഴുതുക, ഈ കീ എഴുതുക, ഇവിടെ കൊടുത്തിട്ടുള്ള ഈ കീ എഴുതുക, നിങ്ങളുടെ ക്വസ്റ്റ്യനിൽ കൊടുത്തിട്ടുള്ള, നിങ്ങളുടെ എക്സാമ്പിളിൽ കൊടുത്തിട്ടുള്ള ആ കീ എഴുതുക. ആദ്മിയോ നെ സോച്ച കീ, എന്നിട്ട് ഇൻവെർട്ടഡ് കോമ മാറ്റുക, എന്നിട്ട് എന്താ എഴുതണ്ട്, ആഖിർ കബി തോ ഉത്തരേഗി കോമ തബ് കാട്ടേങ്കെ പേട്കോ, ഫുൾ സ്റ്റോപ്പ്, അങ്ങനെയാക്കി മാറ്റുക. പിന്നെ രണ്ടാമത്തെ സെന്റൻസ് എങ്ങനെയാ? രണ്ടാമത്തെ സെന്റൻസ് ശ്രദ്ധിക്കേണ്ട കാര്യം, ഇൻവെർട്ടഡ് കോമയിലുള്ള പാർട്ടാണ് ആദ്യം വരുന്നത്, ബാക്കി ഭാഗം സെപ്പറേറ്റ് ആയിട്ടാണ് വരുന്നത്. അപ്പോ കഹാനി പഠിക്കർ സുനാവു കബി ലഡ്കി പേഡ് സെ പൂച്ച്തി. അപ്പൊ നിങ്ങൾ ആദ്യം എന്താണ് എഴുതേണ്ടത്? ഈ സബ്ജക്റ്റ് വരണ ഭാഗമാണ് ആദ്യം എഴുതേണ്ടത്. അപ്പോ എങ്ങനെ വരും? കബി ലഡ്കി പേഡ് സെ പൂച്ച്തി കി കഹാനി പഠിക്കർ സുനാവു. അങ്ങനെ. ഇനി അടുത്തത് എങ്ങനെയാ വരിക? തും ഹമാരി ദോസ്തി കബി നെഹി തോട് പാവുകെ ലഡ്കിനെ കഹ. അപ്പൊ ഇവിടെയും ലഡ്കി എന്നുള്ള ഭാഗം വരുന്നത് എവിടെയാണ്? സെന്റൻസിന്റെ രണ്ടാമത്തെ ഭാഗത്താണ്. അത് നിങ്ങൾ ആദ്യത്തിലേക്ക് മാറ്റുക, സ്റ്റാർട്ടിങ്ങിലേക്ക് മാറ്റുക. ലഡ്കിനെ കഹ കി, എന്നിട്ട് ഈ സെന്റൻസ് എഴുതുക, തും ഹമാരി ദോസ്തി കബി നെഹി തോട് പാവുകെ. नेक्स्ट सेंटेंस नोकाम, लड़की ने बताया वादा करो यहाँ से किसी भी पेड़ को कभी नहीं काटोगे. अब सेम തന്നെ, लड़की ने बताया कि वादा करो वहां से किसी भी पेड़ को कभी नहीं काटोगे. വേറെ ചേഞ്ച് ഒന്നും വരുത്താനില്ല. പറയുന്ന കാര്യമാണ് ആദ്യം കിടക്കുന്നതെന്നുണ്ടെങ്കിൽ സബ്ജക്റ്റ് കിടക്കുന്ന സെന്റൻസിന്റെ ഭാഗം, ആ ഭാഗം ആദ്യത്തിലേക്ക് വെക്കുക, എന്നിട്ട് ഇൻവെർട്ടഡ് കോമയിലുള്ള ഭാഗം കീക്ക് ശേഷം വെക്കുക. ഇൻവെർട്ടഡ് കോമ കൊടുക്കരുത് അങ്ങനെ ചെയ്യുമ്പോൾ കേട്ടോ. കീ ചേർക്കുന്ന സമയത്ത് ഇൻവെർട്ടഡ് കോമ കൊടുക്കേണ്ട ആവശ്യമില്ല, എന്നിട്ട് ഫുൾ സ്റ്റോപ്പ് ആക്കുക. അത്രയേ ഉള്ളൂ, സിമ്പിൾ ആയിട്ടുള്ള ഒരു ആക്ടിവിറ്റി ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താന്ന് വെച്ചാൽ, तैयार करें, जूलिया और लूना की अनोखी दोस्ती का किस्सा दुनिया भर में मशहूर हो गया. कहीं कहीं लूना के संरक्षण पर पोस्टर निकलने लगे. आप भी लूना के संरक्षण पर पोस्टर तैयार करें. അപ്പോൾ ഞാൻ ഇവിടെ നിങ്ങൾക്ക് തന്നിട്ടുള്ള മോഡലിൽ ഈ പോസ്റ്ററിന് എഴുതിയത് കുറച്ച് ഇങ്ങോട്ട് നീങ്ങിപ്പോയിട്ടുണ്ട്. നിങ്ങൾ എപ്പോഴും പോസ്റ്റർ എഴുതുമ്പോൾ ചെയ്യേണ്ട ഒരു കാര്യം, എന്തായാലും ഒരു ഔട്ട്ലൈൻ വരയ്ക്കണം. ഔട്ട്ലൈൻ വരയ്ക്കുന്നത് അതിന്റെ ഫോമാറ്റ് ആണ്, അതിന് മാർക്സ് ഉണ്ട്. അപ്പോൾ ആ ഫോമാറ്റ് എപ്പോഴും കീപ്പ് ചെയ്യുക. അതുകൊണ്ട് ഒരു ഔട്ട്ലൈൻ വരയ്ക്കുക. എന്നിട്ട് ഈ പോസ്റ്ററിന് എഴുതിയത് ഈ ഔട്ട്ലൈൻ്റെ സെന്റർ പോർഷനിലായിട്ടാണ് എഴുതേണ്ടത്. ഇതിൽ കുറച്ച് ചെരിഞ്ഞിട്ടാണ് കിടക്കുന്നത്, അങ്ങനെയല്ല, കുറച്ചുകൂടെ സെന്റർ മിഡിൽ പാർട്ടിൽ വേണം പോസ്റ്റർ എന്നുള്ളത് എഴുതാനായിട്ട്. ആ ഹെഡിങ് നിർബന്ധമായിട്ടും നിങ്ങൾ കൊടുക്കണം. അപ്പൊ ഔട്ട്ലൈനും പോസ്റ്ററിന് എഴുതുന്നതും ഇതിന്റെ ഫോർമാറ്റിന്റെ ഭാഗമാണ്, അതുകൊണ്ട് അതിന് സെപ്പറേറ്റ് മാർക്സ് ഉണ്ട്. പിന്നെ നിങ്ങൾ താഴെ എഴുതിയാലും എന്ത് തെറ്റുണ്ടെങ്കിലും ഈ ഫോർമാറ്റ് നിങ്ങൾ കീപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെതായ കുറച്ച് മാർക്സ് നിങ്ങൾക്ക് കിട്ടും. അപ്പൊ താഴെ എഴുതിയിരിക്കുന്നത് പേടോ കോ കട്ട്നെ സെ ബച്ചാവോ അപ്നി ലൂന കി ജൂലിയ ബനോ എന്നാണ്. ഇത് ജസ്റ്റ് ഒരു മോഡലാണ്, നിങ്ങൾക്ക് ഇത് എങ്ങനെയാണെങ്കിൽ മാറ്റി എഴുതാം. പേടോ കോ കട്ട്നെ സെ ബച്ചാവോ എന്ന് വെച്ചാൽ മരങ്ങളെ മുറിക്കുന്നതിൽ നിന്നും രക്ഷപ്പെടുത്തു. അപ്നി ലൂന കി ജൂലിയ ബനോ, നിങ്ങളുടെ ലൂണയുടെ ജൂലിയയായി മാറൂ എന്നാണ്. അപ്പോൾ ഇത് മരങ്ങളെ സംരക്ഷിക്കൂ എന്നുള്ളൊരു മെസ്സേജും കൊടുക്കുന്നുണ്ട്. ജൂലിയയുടെയും ലൂണയുടെയും കഥയുടെ ഒരു ഹിന്റും കൂടെ ഇതിൽ കൊടുക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ തന്നെയാണ് ക്വസ്റ്റ്യനിലും പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഓ സോറി, ഞാൻ ക്വസ്റ്റ്യൻ എക്സ്പ്ലെയിൻ ചെയ്യാൻ മറന്നു എന്ന് തോന്നുന്നു. അപ്പോൾ ഇതിൽ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ജൂലിയയുടെയും ലൂണയുടെയും കഥ ലോകം മുഴുവൻ എത്തി, അവിടെയൊക്കെ ഫേമസ് ആയി. മഷൂർ ഹോഗയാന്ന് വെച്ചാൽ ഫേമസ് ആയി. പല സ്ഥലങ്ങളിലും ഈ ലൂണയുടെ സംരക്ഷണത്തിന് വേണ്ടിയിട്ടുള്ള പോസ്റ്ററുകൾ ഇറങ്ങാനായിട്ട് തുടങ്ങി. അപ്പോൾ ഇവരുടെ കഥ ഫേമസ് ആയതിനു ശേഷം എന്നാണ് പറയുന്നത്. അതുകൊണ്ട് നമുക്ക് അവരുടെ ഒരു റെഫറൻസും കൂടെ, അല്ലെങ്കിൽ അവരുടെ ആ കഥയെ കുറിച്ച് മനസ്സിലാവുന്ന രീതിയിൽ എന്തെങ്കിലും ഒന്നോ രണ്ടോ വാക്കുകൾ ആ പോസ്റ്ററിൽ എഴുതാം എന്നുള്ളത് കൊണ്ടാണ് ഇങ്ങനെ ഒരു പോസ്റ്റർ ഉണ്ടാക്കിയിരിക്കുന്നത് കേട്ടോ. അപ്പൊ ലൂണയുടെ സംരക്ഷണത്തിന് വേണ്ടിയിട്ടുള്ള ഒരു പോസ്റ്റർ എഴുതാനാണ് പറയുന്നത്. അല്ല, നിങ്ങൾക്ക് ഈ ലൂണ ജൂലിയ എന്നുള്ള റെഫറൻസ് ഇല്ലാത്തൊരു ക്വസ്റ്റ്യൻ ആണ് ഇപ്പൊ നിങ്ങളോട് ചോദിക്കുന്നതെന്ന് വെക്കൂ. ഇപ്പോൾ ജനറലി മരങ്ങളുടെ ഇമ്പോർട്ടൻസിനെ കുറിച്ചിട്ട് ഒരു പോസ്റ്ററാണ് എഴുതാൻ പറയുന്നത് എന്നുണ്ടെങ്കിൽ പോസ്റ്ററിന് കൊടുക്കുക, ഔട്ട്ലൈൻ വരയ്ക്കുക, എന്നിട്ട് പേടോ കോ കാട്ട്നെ സെ ബച്ചാവോ അഗർ പേഡ് നെഹി തോ ഹം നെഹി, അല്ലെങ്കിൽ പേഡ് നെഹി തോ യ ദുനിയ നെഹി എന്നൊക്കെ പറഞ്ഞിട്ട് നിങ്ങളുടേതായ രീതിയിൽ നിങ്ങൾക്ക് ആ പോസ്റ്റർ എഴുതാനായിട്ട് പറ്റൂ കേട്ടോ. അപ്പൊ ഇനി നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ലിഖേ 738 दिनों तक पेड़ काटने का इंतजार करने के बाद एक दिन वे आदमी चुपचाप वहां से जाने लगे. ഇത് ആ കഥയിലെ ഒരു ലൈനാണ്.
അപ്പോൾ 738 ദിവസം വെയിറ്റ് ചെയ്തതിന് ശേഷം മരം മുറിക്കാൻ പറ്റുന്നില്ല എന്ന് കണ്ടപ്പോൾ അവരെല്ലാവരും തിരിച്ചുപോയി. ആരൊക്കെ? സേട്ടും സേട്ടിന്റെ കൂടെ മരം മുറിക്കാനായിട്ട് വന്ന ആളുകളും. വാദാ കറോ യഹാ സെ കിസി ഭി പേड़ को कभी नहीं काटोगे, ലഡ്കി ने सेठ से वादा ले लिया. എന്നിട്ട് പെൺകുട്ടി എന്താ ചെയ്തത്? പ്രോമിസ് ചെയ്യാൻ പറഞ്ഞു, വാക്ക് തരാൻ പറഞ്ഞു, ഇനി ഈ പ്രദേശത്ത് നിന്ന് വേറെ മരങ്ങളൊന്നും മുറിക്കില്ല എന്നുള്ളത്. ഇസ് പ്രസംഗ് पर ജൂലിയ और सेठ के बीच की बातचीत तैयार करे. ഇസ് പ്രസംഗ് पर എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു അവസരത്തിൽ ജൂലിയയും അതുപോലെ തന്നെ സേട്ടും തമ്മിലുള്ള ഒരു ബാത്ചീത്ത് എന്ന് പറഞ്ഞാൽ കോൺവെർസേഷൻ ആണ്. വാർത്താലാപ് എന്നും പറയും കോൺവെർസേഷന്. അപ്പോൾ ആ ഒരു കോൺവെർസേഷൻ എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. അവർ തമ്മിൽ എന്താണ് സംസാരിക്കാൻ സാധ്യതയുള്ളത് എന്ന്. അപ്പൊ സേട്ട് പറയാണ് ബീട്ട ഇസ് പേഡ് സെ നീച്ചെ ഉത്തരൂ. അപ്പൊ സേട്ട് പറയുന്നുണ്ട് മോളെ ഈ മരത്തിൽ നിന്ന് താഴേക്ക് ഇറങ്ങൂ എന്നുള്ളത്. ജൂലിയ മേ നഹി ഉത്തരൂങ്കി, ഞാൻ താഴെ ഇറങ്ങില്ല എന്ന് ജൂലിയ പറയാണ്. സേട്ട് ക്യോ 738 दिन हो गए तुम्हें इस पेड़ पर रहते हुए. അങ്ങനെ സേട്ട് ചോദിക്കുകയാണ് എന്താ നീ താഴെ ഇറങ്ങാത്തത്? 738 ദിവസമായി നീ ഈ മരത്തിൽ കയറി ഇരിക്കാനായിട്ട് തുടങ്ങിയിട്ട് എന്ന്. ജൂലിയ മുझे पता है मैं पेड़ पर आज भी रहती हूँ ताकि इसे बचा सकूं, यह मेरी दोस्त जो है. അപ്പോൾ ജൂലിയ പറയാണ് എനിക്കറിയാം ഞാൻ ഈ മരത്തിൽ ഇരിക്കാൻ തുടങ്ങിയിട്ട് ഇത്രയും ദിവസമായി എന്നുള്ളത്. പക്ഷെ ഞാൻ ഇപ്പോഴും ഈ മരത്തിൽ ഇരിക്കുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഇതിനെ രക്ഷിക്കാനായിട്ടാണ്. ബച്ചാ സക്കൂ എന്ന് വെച്ചാൽ ഇതിനെ രക്ഷിക്കാനായിട്ടാണ്. യ മേരി ദോസ്ത് ജോ ഹെ, ഈ മരം എന്റെ ഫ്രണ്ട് ആയതുകൊണ്ട് എന്ന്. सेठ पर मैं तो इस पेड़ को कटवाने के लिए यहाँ आया हूँ, पेड़ तो पेड़ है, दोस्त कैसे बन सकते हैं. അപ്പോ സേട്ട് ചോദിക്കുകയാണ് പക്ഷെ ഞാൻ तो इस पेड़ को कटवाने के लिए यहाँ आया हूँ, ഈ മരം മുറിപ്പിക്കാനായിട്ടാണ് ഞാൻ ഇങ്ങോട്ട് വന്നത്. പേട് തോ പേട് ഹെ, മരം എന്ന് വെച്ചാൽ വെറും മരല്ലേ. ദോസ്ത് कैसे बन सकते हैं, അവരെങ്ങനെയാണ് നമ്മുടെ ഫ്രണ്ട്സ് ആവുക എന്ന് ചോദിക്കുകയാണ്. അപ്പൊ ജൂലിയ പറയുന്നുണ്ട് ആപ് ജോ ബി കഹോ യ മേരി ദോസ്ത് ഹെ और मैं इसे कटने नहीं दूंगी. അപ്പൊ ജൂലിയ പറയുന്നുണ്ട് ആപ് ജോ ബി കഹോ, താങ്കൾ എന്ത് പറയുകയാണെന്നുണ്ടെങ്കിലും ഈ മരം എന്റെ ഫ്രണ്ട് തന്നെയാണ്, ഞാൻ ഇത് മുറിക്കാനായിട്ട് സമ്മതിക്കില്ല. मैं इसे कटने नहीं दूंगी. सेठ ऐसी जिद मत करो बेटा. അപ്പൊ സേട്ട് പറയാണ് ഇത്തരം ഇങ്ങനെ ഒരു ജിദ് എന്ന് വെച്ചാൽ വാശി, ഇത്രയും വാശി പിടിക്കല്ലേ എന്ന്. ജൂലിയ വാദാ കറോ യഹാ കെ കിസി ഭി പേड़ को कभी नहीं काटोगे तभी मैं नीचे उतरूंगी. അങ്ങനെ ജൂലിയ പറയാണ് എന്നോട് പ്രോമിസ് ചെയ്യൂ, എനിക്ക് വാക്ക് തരൂ, ഈ പ്രദേശത്തെ വേറെ മരങ്ങളൊന്നും ഒരിക്കലും നിങ്ങൾ മുറിക്കില്ല എന്നുള്ളത്. അപ്പൊ മാത്രമാണ് ഞാൻ താഴെ ഇറങ്ങുകയുള്ളൂ. നീച്ചെ ഉത്തരൂങ്കി എന്ന് വെച്ചാൽ താഴെ ഇറങ്ങുകയുള്ളൂ. सेठ अब तो मुझे इस पेड़ को काटने से पीछे हटना ही पड़ेगा. അപ്പൊ സേട്ട് പറയാണ് ഇങ്ങനൊരു അവസരത്തിൽ എനിക്ക് ഈ മരം മുറിക്കുന്നതിൽ നിന്നും എന്തായാലും പീച്ചെ ഹട്ന ഹി പടേഗ എന്ന് വെച്ച് കഴിഞ്ഞാല് പിന്മാറേണ്ടതായിട്ട് വരും. ജൂലിയ വാദ പക്ക ഹെന എന്ന് വെച്ച് കഴിഞ്ഞാല് ഉറപ്പല്ലേ എന്നാണ് ചോദിക്കുന്നത്. വാദ എന്ന് വെച്ച് കഴിഞ്ഞാല് ഈ പ്രോമിസ് ചെയ്യിപ്പിക്കുന്നതാണ്, സത്യം ചെയ്യിപ്പിക്കുന്നത്. ഉറപ്പായിട്ട് അങ്ങനെ തന്നെയല്ലേ, ഒന്നും കൂടി കൺഫേം ചെയ്യാൻ വേണ്ടി ചോദിക്കുകയാണ്. സേട്ട് ഹാ ഹാ മേരെ പാസ് ഓർ കോയി രാസ്ത ബി തോ നഹി ഹെ. അങ്ങനെ സേട്ട് പറയാണ് അതെ അതെ എനിക്ക് വേറെ വഴിയൊന്നുമില്ലല്ലോ. ഇവിടെ ഒരു ഫുൾ സ്റ്റോപ്പ് ഇടണേ, ഫുൾ സ്റ്റോപ്പ് ഇടാൻ ഞാൻ വിട്ടുപോയതാണ്. ഹേ കഴിഞ്ഞിട്ടൊരു ഫുൾ സ്റ്റോപ്പ് ഉണ്ട് കേട്ടോ, മറക്കരുത്. ആ ഫുൾ സ്റ്റോപ്പ് ഒന്ന് ആഡ് ചെയ്യുക. ജൂലിയ അച്ഛാ ടീക്ക് ഹെ മേരി ലൂന ബച്ച് ഗയി. അങ്ങനെ ജൂലിയ പറയുന്നുണ്ട് ഓക്കെ എന്തായാലും എന്റെ ലൂണ രക്ഷപ്പെട്ടല്ലോ എന്ന്. നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. കഹാനി കി ഘട്നാओं को क्रम से लिखे. അപ്പോ ഈ സ്റ്റോറിയിലെ ഘട്ന എന്ന് വെച്ച സംഭവങ്ങൾ അതിനെ ക്രം സെ ലിഖെ, ഓർഡർ ആക്കി എഴുതാനാണ് പറയുന്നത്. അപ്പോ ആദ്യം പറയുന്നത് എന്താ, ഏക് റോസ് കുച്ച് ഹട്ടെ കട്ടെ ആദ്മി എക് ബഡേ സെ പേട് കോ കാട്ട്നെ പहुंचे. അതന്നെയാണ്, അങ്ങനെയാണ് സ്റ്റോറി തുടങ്ങുന്നത്. അപ്പൊ അത് നമ്പർ 1 ആയിട്ട് നമുക്ക് എടുക്കാം. ആദ്യം എഴുതേണ്ടത് ആ സെന്റൻസ് ആണ്. പിന്നെന്താ ഉണ്ടായത്, ലഡ്കി झट पेड़ पर चढ़ गई. മൂന്നാമത്തെ ലഡ്കി और पेड़ के इर्द गिर्द हजारों लोग इकट्ठा होने लगे. ആദ്യം അവർ മരം മുറിക്കാൻ വന്നു. അപ്പോൾ ജൂലിയ എന്ത് ചെയ്തു, മരത്തിനെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അതിന്റെ മുകളിൽ കയറിയിരുന്നു. മൂന്നാമത് എന്താ ഉണ്ടായത്, മറ്റുള്ളവർ ഇതിനെ കുറിച്ച് അറിഞ്ഞപ്പോൾ അവരിതിന്റെ ഈ മരത്തിന്റെ ചുറ്റും കൂടാനായിട്ട് തുടങ്ങി. ഇനി നാലാമത്തെ സെന്റൻസ് എന്തായിരിക്കും? നാലാമത്തെ സെന്റൻസ് ലഡ്കി ने चिड़ियों की तरह पेड़ पर अपना घोंसला बना लिया. അഞ്ചാമത്തെ എന്താണ്, ഹട്ടെ കട്ടെ ആദ്മിयों के सेठ ने अजीबो गरीब तरकीबें लगाई. ആറാമത്തെ कई दिनों तक पेड़ काटने का इंतजार करने के बाद एक दिन वे आदमी चुपचाप वहां से जाने लगे.
അപ്പോൾ നിങ്ങൾക്ക് സ്റ്റോറി കൃത്യമായിട്ട് അറിയാമെന്നുണ്ടെങ്കിൽ ഇത് കറക്റ്റ് ഓർഡർ ആക്കിയിട്ട് എഴുതാനായിട്ട് പറ്റും കേട്ടോ. ഇനി അടുത്തതായിട്ട് അനുബദ്ധ കാര്യമുണ്ട്. ദേശ് കാ വികാസ് और പ്രകൃതി സംരക്ഷൺ വിഷയ पर ചർച്ച ചലായി और ലഘു ലേഖ് തയ്യാർ കരെ. അപ്പോൾ ദേശ് കാ വികാസ് അതായത് രാജ്യത്തിന്റെ വികസനവും അതുപോലെ തന്നെ പ്രകൃതി സംരക്ഷണവും എന്നുള്ള വിഷയത്തിൽ ഒരു ചർച്ച നടത്തിയിട്ട് അതിനെക്കുറിച്ചൊരു ലഘുലേഖനം എഴുതാനാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ ആ ലേഖ നമുക്ക് നോക്കാം. വികാസ് ഓർ പ്രകൃതി സംരക്ഷൺ. അപ്പൊ ദേശ് കാ വികാസ് എന്ന് എഴുതിയോണ്ടും കുഴപ്പമില്ല കേട്ടോ. ദേശ് എന്ന് ഇവിടെ എഴുതി ചേർക്കാം നിങ്ങൾക്ക്. അല്ലെങ്കിൽ വികാസ് ഓർ പ്രകൃതി സംരക്ഷൺ എന്ന് പറഞ്ഞാൽ എന്താണ്? വികസനവും പ്രകൃതി സംരക്ഷണവും എന്നാണ് അതിന്റെ അർത്ഥം. विकास का मतलब है देश का आगे बढ़ना, नई सड़कें, स्कूल, अस्पताल और अनेक अन्य സുവിധായെ ബനാന. അപ്പോൾ വികാസ് എന്ന വാക്കിന്റെ അർത്ഥം, വികസനം എന്ന വാക്കിന്റെ അർത്ഥം എന്താണ്? ദേശ് കാ ആകെ ബഡ്ന, ഒരു ദേശം, ഒരു രാജ്യം പുരോഗമിക്കുക എന്നാണ് വികസനത്തിന്റെ അർത്ഥം. അതിൽ എന്തൊക്കെ പെടും? നൈ സഡ്കെ, പുതിയ റോഡുകൾ, സ്കൂൾ, പുതിയ സ്കൂൾസ്, അതുപോലെ തന്നെ അസ്പത്താൽ, പുതിയ ഹോസ്പിറ്റൽസ്, ഓർ അനേക അന്യ സുവിധായി, അതുകൂടാതെ തന്നെ മറ്റ് പല സുവിധായി എന്ന് വെച്ച സൗകര്യങ്ങളും ബനാന, ഉണ്ടാക്കുക എന്നുള്ളതാണ് വികസനം എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. इससे लोगों का जीवन आसान होता है और देश तरक्की करता है. ഇതുകൊണ്ട് ആളുകളുടെ ജീവിതം ആസാൻ ഹോത്താ ഹെ എന്ന് വെച്ചാൽ എളുപ്പമാവുന്നു. അതോടൊപ്പം തന്നെ ദേശ് തരക്കി കർത്താ ഹെ, തരക്കി കർണ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡെവലപ്മെന്റ് ഉണ്ടാവുക. ഇതോടൊപ്പം തന്നെ രാജ്യം പുരോഗമിക്കുകയും ചെയ്യുന്നു. लेकिन विकास हमेशा प्रकृति को ध्यान में रखते हुए करना चाहिए. പക്ഷെ വികസനം എന്ന് പറയുന്നത് എപ്പോഴും പ്രകൃതിയെ കൂടി മുന്നിൽ കണ്ടിട്ടായിരിക്കണം. അതായത് പ്രകൃതിയിൽ ഈ വികസനം കൊണ്ട് എന്തെങ്കിലും മാറ്റങ്ങളോ പ്രകൃതിക്ക് എന്തെങ്കിലും ദോഷങ്ങളോ വരുന്നുണ്ടോ എന്ന് നോക്കിയിട്ടായിരിക്കണം ചെയ്യുന്നത്. അഗർ ऐसा ना किया जाए तो उसका പരിണാം എന്നാണ് കേട്ടോ. അത് നേരെ കാണാനില്ല, പരിണാം എന്നാണ്. പരിണാം ഭയാനക് ഹോ സക്താ ഹെ. അപ്പോൾ ഇനിയിപ്പോൾ നമ്മൾ പ്രകൃതിയെ കുറിച്ച് ചിന്തിക്കാതെ വികസനങ്ങൾ കൊണ്ടുവരികയാണെന്നുണ്ടെങ്കിൽ അതിന്റെ പരിണാമം എന്ന് പറയുന്നത് അല്ലെങ്കിൽ അതിന്റെ റിസൾട്ട് എന്ന് പറയുന്നത് ഭയാനകമായിട്ടുള്ളതായിരിക്കും. പ്രകൃതി ഹമേ ശുദ്ധ ഹവ, പാനി ഓർ വാതാവരൺ ദേത്തി ഹെ. പ്രകൃതി നമുക്ക് എന്തൊക്കെയാ തരുന്നത്? ശുദ്ധമായിട്ടുള്ള ഹവ, കാറ്റ്, വെള്ളം, അതുപോലെ തന്നെ നമ്മൾക്ക് ചുറ്റും ഒരു ശുദ്ധമായിട്ടുള്ള അന്തരീക്ഷം, അതാണ് വാതാവരണം എന്ന് പറയുന്നത്. ജീവിക്കാനായിട്ട് നമുക്ക് പ്രകൃതി ഇതൊക്കെ തരുന്നുണ്ട്. പേട് പൗധെ, നദിയ, പഹാഡ്, പശു, പക്ഷി സബ് ഹമാരി ജിന്ദഗി കെ ലിയെ ജറൂരി ഹെ. പിന്നെന്താണ്? പേട് പൗധെ, മരങ്ങളും ചെടികളും, നദികള്, പഹാഡ് എന്ന് വെച്ചാൽ മലനിരകള്, കുന്നുകളൊക്കെ, പശു, പക്ഷി, മൃഗങ്ങളും അതുപോലെ തന്നെ പക്ഷികൾ, ഇതൊക്കെ ഹമാരി ജിന്ദഗി കെ ലിയെ ജറൂരി ഹെ, നമ്മുടെ ജീവിതത്തിനെ സംബന്ധിച്ച് എന്താണ്? ജറൂരി, അത്യാവശ്യമായിട്ടുള്ളതാണ്. मगर विकास के नाम पर अगर हम ज्यादा पेड़ काटेंगे, खेतों और तालाबों को मिट्टी से भरकर इमारतें बनाएंगे या प्रदूषण फैलाएंगे तो प्रकृति का संतुलन बिगड़ सकता है. അപ്പോൾ നമ്മൾ ഇനി വികസനത്തിന്റെ പേരും പറഞ്ഞിട്ട് എന്താണ്? ആവശ്യത്തിലധികം മരങ്ങൾ കാട്ടുകയും, മരങ്ങൾ മുറിക്കുകയും, അതുപോലെ തന്നെ ഖേത്ത്, വയലുകൾ, അതുപോലെ തന്നെ താലാബ്, കുളങ്ങളൊക്കെ മിട്ടി സെ ഭർക്കർ, മണ്ണുകൊണ്ട് നിറച്ചിട്ട്, ഇമാരത്തെ ബനായെങ്കിൽ, ഇമാരത്ത് എന്ന് വെച്ചാൽ ബിൽഡിങ്സ്, വലിയ വലിയ ബിൽഡിങ്സ് ഉണ്ടാക്കുകയാണെങ്കിൽ, യാ പ്രദൂഷൺ ഫെലായെങ്കിൽ, പ്രദൂഷൺ എന്ന് വെച്ചാൽ പൊല്യൂഷൻ, മലിനീകരണം ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ, ഫെലാന എന്ന് വെച്ച് കഴിഞ്ഞാൽ വ്യാപിപ്പിക്കുക, സ്പ്രെഡ് ചെയ്യുക എന്നുള്ളതാണ്. തോ പ്രകൃതി കാ സന്തുലൻ ബിഗഡ് സക്താ ഹെ. അങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ എന്താണ്? പ്രകൃതിയുടെ സന്തുലിതാവസ്ഥ നഷ്ടപ്പെടാനായിട്ടുള്ള സാധ്യതകളുണ്ട്. ബിഗഡ്ന എന്ന് വെച്ചാൽ നഷ്ടപ്പെടുക അല്ലെങ്കിൽ നശിക്കുക എന്നൊക്കെ പറയാം. ഇസ്കെ കാരൺ ബാഡ്, സൂഖ, ബിമാരിയ ആദി ഹോ സക്തേ ഹെ. ഈ കാരണം കൊണ്ട് തന്നെ ബാഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രളയം, വെള്ളപ്പൊക്കം, സൂഖ, വരൾച്ച, ബിമാരിയ, അസുഖങ്ങൾ ഒക്കെ ഉണ്ടാവാനായിട്ടുള്ള സാധ്യതകളുണ്ട്. എപ്പോൾ നമ്മൾ വികസനം പ്രകൃതിയെ മുൻനിർത്തി അല്ല നമ്മൾ കൊണ്ടുവരുന്നത് എന്നുണ്ടെങ്കിൽ, ഒരു പരിധി വിട്ട് പ്രകൃതിക്ക് ദോഷം വരുത്തി കഴിഞ്ഞാൽ അതിന്റെ സന്തുലിതാവസ്ഥ നഷ്ടപ്പെടുമ്പോൾ ഇത്തരം കാര്യങ്ങൾ വരാനായിട്ട് സാധ്യതയുണ്ട്. ഹമേ വികാസ് തോ ചാഹിയെ മഗർ വ വികാസ് പ്രകൃതി കാ നാശ് കർക്കെ നഹി ഹോനാ ചാഹിയെ. നമുക്ക് ഒരു രാജ്യത്തെ സംബന്ധിച്ച് വികസനം ഉണ്ടാവുക എന്നുള്ളത് വളരെ അത്യാവശ്യമായിട്ടുള്ള ഒരു കാര്യമാണ്. പക്ഷെ അതൊരിക്കലും പ്രകൃതിയെ നശിപ്പിച്ചുകൊണ്ടായിരിക്കരുത്. വികാസ് കെ ലിയെ ഏക് കദം ബഡാവോ തോ ഏക് കദം പ്രകൃതി സംരക്ഷൺ കെ ലിയെ ഭി ഹോനാ ചാഹിയെ. പിന്നെ നമ്മൾ വികസനത്തിന് വേണ്ടിയിട്ട് ഏക് കദം ആകെ ബഡാനാന്ന് വെച്ചാൽ ഒരു ചുവട് മുന്നോട്ട് വെക്കുന്ന സമയത്ത്
എന്താണ്, പ്രകൃതി സംരക്ഷണത്തിന് വേണ്ടി കൂടി ഒരു ചുവട് നമ്മൾ മുന്നോട്ട് വെക്കണം. തബ്ഹി ദേശ് കി തരക്കി സഹി ഢങ് സെ ഹോ സക്കേഗി. അപ്പോൾ മാത്രമാണ് എന്താ ഒരു രാജ്യത്തിന്റെ തരക്കി, പുരോഗതി എന്ന് പറയുന്നത് സഹി ഢങ് സെ, ശരിയായ രീതിയിൽ ഹോ സക്കേഗി, ഉണ്ടാവുകയുള്ളൂ എന്നാണ് പറയുന്നത്. ഓക്കെ, ഇനി അടുത്തതായിട്ട് പറയുന്നത് ജൂൺ ഓർ ജൂലൈ മഹീനോ കെ വിശേഷ് ദിവസോं को पहचाने, नमूने के अनुसार कम से कम 5 ദിവസോं की सूची बनाएं. അപ്പോൾ ജൂൺ അതുപോലെ തന്നെ ജൂലൈ മാസങ്ങളിലെ വിശേഷ് ദിവസം, ഏതെങ്കിലും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ദിവസങ്ങൾ ഉണ്ടെങ്കിൽ അത് ഐഡന്റിഫൈ ചെയ്ത് എഴുതാം. നമൂനയ്ക്ക് അനുസാർ, താഴെ കൊടുത്തിട്ടുള്ളതനുസരിച്ചിട്ട് കം സെ കം 5 ദിവസോं की सूची बनाएं, ഒരു 5 ദിവസത്തെങ്കിലും ഒരു ലിസ്റ്റ് ഇടാനാണ് പറയുന്നത്. അപ്പോൾ ആദ്യം കൊടുത്തിട്ടുള്ളത് എന്താണ്, 5 ജൂൺ വിശ്വ പര്യാവരൺ ദിവസ്. 5 ജൂൺ എന്ന് പറയുന്നത് എന്താണ്, വേൾഡ് എൻവയോൺമെന്റ് ഡേ ആണ്, പരിസ്ഥിതി ദിവസമാണ് അല്ലേ. അതുപോലെ തന്നെ ഇനി അതിന്റെ ആൻസർ നോക്കുകയാണെങ്കിൽ 8 ജൂൺ എന്ന് പറയുന്നത് വിശ്വ മഹാസാഗർ ദിവസമാണ്. 11 ജൂലൈ എന്ന് പറയുന്നത് വിശ്വ ജനസംഖ്യാ ദിവസമാണ്. 1 ജൂലൈ എന്ന് പറയുന്നത് ഡോക്ടർ ദിവസമാണ്, ഭാരതത്തിലാണ് അങ്ങനെ സെലിബ്രേറ്റ് ചെയ്യുന്നത്. 28 ജൂലൈ എന്ന് പറയുന്നത് വിശ്വ ഹെപ്പറ്റൈറ്റിസ് ദിവസമാണ്. ഇപ്പം എല്ലാം പ്രകൃതിയായിട്ട് ബന്ധപ്പെട്ട തന്നെ ആവണം എന്നില്ല, ഏതെങ്കിലുമൊക്കെ ഇമ്പോർട്ടൻസ് ഉള്ള ദിവസങ്ങളാണ് ചൂസ് ചെയ്യാനായിട്ട് പറഞ്ഞിട്ടുള്ളത്. അപ്പം നിങ്ങൾക്ക് എന്തും എഴുതാം. ഇനിയിപ്പോൾ പ്രകൃതിയായിട്ട് വേണം എന്ന് നിർബന്ധമായിട്ട് പറയുകയാണെങ്കിൽ അങ്ങനെ ചൂസ് ചെയ്ത് എഴുതാം കേട്ടോ. അപ്പോൾ വിശേഷ് ദിവസ് എന്നുള്ളത് കൊണ്ട് അവരെന്താണ് ഉദ്ദേശിക്കുന്നത് എന്ന് വെച്ചാൽ സാൽ ഭർ ഹം വിഭിന്ന അന്താരാഷ്ട്രീയ രാഷ്ട്രീയ ഏവം പ്രാന്തീയ महत्व के दिवस मनाते हैं. साल भर हम विभिन्न അന്താരാഷ്ട്രീയ എന്ന് വെച്ചാൽ ഇന്റർനാഷണൽ ആയിട്ടുള്ള, അന്തർദേശീയ ആയിട്ടുള്ള, രാഷ്ട്രീയ നമ്മുടെ തന്നെ ദേശത്തിൽ, ഏവം പ്രാന്തീയ പ്രാദേശികമായിട്ട്, മെഹത്വയ്ക്ക് ദിവസ് മനാത്തെ ഹെ, അത്തരം ഒരുപാട് ദിവസങ്ങൾ നമ്മൾ സെലിബ്രേറ്റ് ചെയ്യുന്നുണ്ട്. ഉദ്ദേശ്യ ഹെ സാർവജനിക് ജാഗരൂകത ബഡാന, ഇതിഹാസ് കെ വിശേഷ സന്ദർഭോ സെ ജുഡന ആദി. എന്തുകൊണ്ടാണ് നമ്മൾ ഈ ദിവസങ്ങളൊക്കെ സെലിബ്രേറ്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ ആചരിക്കുന്നത്? അതിന്റെ ഉദ്ദേശം സാർവജനിക് ജാഗരൂകത ബഡാന, സാർവജനിക് എന്ന് വെച്ചാൽ പബ്ലിക് ആയിട്ടുള്ള, ജാഗരൂകത എന്ന് വെച്ച് കഴിഞ്ഞാൽ അവയർനെസ്, അത് ബഡാന കൂട്ടുക എന്ന് വെച്ച് കഴിഞ്ഞാൽ പൊതുജനങ്ങളെ ചില കാര്യങ്ങളെ പ്രതി ജാഗരൂകരാക്കാനായിട്ടുള്ളൊരു ശ്രമമാണ് ഇത്തരം ദിവസങ്ങൾ ആചരിക്കുക എന്നുള്ളത്. അതുകൂടാതെ തന്നെ ഇതിഹാസ് കെ വിശേഷ സന്ദർഭോ സെ ജുഡന ആദി. പിന്നെ അതുപോലെ തന്നെ കഴിഞ്ഞുപോയ ഇതിഹാസ് എന്ന് വെച്ചാൽ എന്താണ്, ചരിത്രം, ചരിത്രത്തിലെ പല കാര്യങ്ങളുമായിട്ടൊരു ബന്ധം കുട്ടികൾ അല്ലെങ്കിൽ വ്യക്തികൾ സൂക്ഷിക്കാൻ വേണ്ടി കൂടിയാണ് ഇത്തരം ദിവസങ്ങൾ ആചരിക്കപ്പെടുന്നത്. നെക്സ്റ്റ് ഇൻഹെ പെഹച്ചാനെ, ഐഡന്റിഫൈ ചെയ്യാൻ പറയുന്നുണ്ട് ഈ വ്യക്തിയെ. ഇദ്ദേഹം ആരാന്ന് വെച്ച് കഴിഞ്ഞാൽ സുന്ദർലാൽ ബഹുഗുണയാണ്. അദ്ദേഹം ജനിച്ചത് 9 ജാനുവരി 1927 21 മെയ് 2021 അദ്ദേഹം അന്തരിച്ചു. ഭാരത് के एक महान पर्यावरण चिंतक एवं चिपको आंदोलन के प्रमुख नेता थे. അപ്പോൾ സുന്ദർലാൽ ബഹുഗുണ എന്ന് പറയുന്ന വ്യക്തി ആരാണ്? ഭാരതത്തിലെ ഒരു മഹാനായിട്ടുള്ള പര്യാവരൺ ചിന്തക് എന്ന് വെച്ചാൽ പരിസ്ഥിതി ചിന്തകൻ. അതുപോലെ തന്നെ ചിപ്കോ ആന്തോളൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിപ്കോ മൂവ്മെന്റ്, ആ ചിപ്കോ മൂവ്മെന്റിന്റെ പ്രമുഖ നേതാവുമായിരുന്നു. उन्होंने हिमालय के पर्वतीय क्षेत्रों में वनों के संरक्षण के लिए संघर्ष किया. അദ്ദേഹം ഹിമാലയൻ റീജിയനിലുള്ള, ആ പ്രദേശത്തുള്ള പർവ്വതീയ ക്ഷേത്രമേ, ഹിമാലയ എന്ന് പറഞ്ഞാൽ മൗണ്ടെയിൻ റീജിയൻ ആണല്ലോ, പർവ്വതീയ ആയിട്ടുള്ള ആ സ്ഥലങ്ങളിലുള്ള എന്താണ് വനങ്ങളെ സംരക്ഷിക്കാനായിട്ട് സംഘർഷം ചെയ്ത ഒരു വ്യക്തിയാണ്, അതിനുവേണ്ടി ഫൈറ്റ് ചെയ്ത ഒരു വ്യക്തിയാണ് സുന്ദർലാൽ ബഹുഗുണ എന്ന് പറയുന്നത്. अब അടുത്തതായിട്ട് പറയുന്നത് പ്രകൃതി സംരക്ഷण के लिए कार्यरत प्रसिद्ध व्यक्तियों पर विशेषांक निकाले. വിശേഷാംഗം എന്ന് വെച്ച് കഴിഞ്ഞാല് ഒരു സ്പെഷ്യൽ എഡിഷൻ എന്നൊക്കെ പറയാം. അതായത് ഇപ്പൊ നിങ്ങളൊരു മാഗസീൻ ഉണ്ടാക്കാന്ന് വിചാരിക്കും, അപ്പൊ അതില് ഈ പ്രകൃതി സംരക്ഷണത്തിന് വേണ്ടിയിട്ട് വർക്ക് ചെയ്തിട്ടുള്ള ആളുകളെ കുറിച്ചിട്ട് കുറച്ച് നോട്ട്സ് കൊടുക്കുക, അത് ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്. ഇത് അങ്ങനെ നിങ്ങൾക്ക് പഠിക്കുമ്പം ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമല്ല, അല്ലെങ്കിൽ എക്സാമിന് ചോദിക്കാൻ ചാൻസ് ഉള്ള ഒരു ക്വസ്റ്റ്യൻ അല്ല, പക്ഷെ അസൈൻമെന്റ് ഒക്കെ ആയിട്ട് കിട്ടാനായിട്ട് സാധ്യത ഉണ്ട്. അപ്പോൾ 2-3 പേരെ കുറിച്ചിട്ടുള്ള കുറച്ച് ഡീറ്റെയിൽസ് ഇവിടെ കൊടുക്കുന്നുണ്ട് കേട്ടോ. ആദ്യമായിട്ട് പറയുന്നത് മേധ പാട്കറിനെ കുറിച്ചിട്ടാണ്. നർമ്മദ ബച്ചാओ आंदोलन की नेता मेधा पाटकर ने नदियों और आदिवासियों के अधिकारों के लिए आवाज उठाई. അപ്പോൾ മേധ പാട്കർ എന്താണ് ചെയ്തത്? നർമ്മദ ബച്ചാओ ആന്തോളനിലെ നേതാവായിട്ട് പ്രവർത്തിച്ചിട്ടുണ്ട്. എന്തിനൊക്കെ വേണ്ടിയിട്ടാണ് പ്രവർത്തിച്ചത്? നദികളുടെ സംരക്ഷണത്തിനും അതുപോലെ തന്നെ ആദിവാസികളുടെ അധികാരങ്ങൾ സംരക്ഷിക്കാനും വേണ്ടിയിട്ടാണ് പ്രവർത്തിച്ചിട്ടുള്ളത്. ആവാസ് ഉഠാന എന്ന് വെച്ചാൽ ശബ്ദം ഉയർത്തുക. उन्होंने पर्यावरण और लोगों की जिंदगी को बचाने के लिए सरकार से सवाल किए. പിന്നെ എന്താണ് ചെയ്തത്?
पर्यावरण എന്ന് പറഞ്ഞാൽ പരിസ്ഥിതി, അതുപോലെ തന്നെ ലോഗോ കി ജിന്ദഗി കോ, ആളുകളുടെ ജീവിതം ബച്ചാനെ കെ ലിയെ, എന്താണ് സംരക്ഷിക്കാനായിട്ട് സർക്കാർ സെ സവാൽ കിയെ എന്ന് പറഞ്ഞാൽ ഗവൺമെന്റിനെ ക്വസ്റ്റ്യൻ ചെയ്തു എന്നുള്ളതാണ്, സർക്കാരിനെ ചോദ്യം ചെയ്തു. സർക്കാരിന്റെ ചില നയങ്ങൾ നദികൾക്കും അതുപോലെ തന്നെ ആദിവാസികളുടെ ഒക്കെ അധികാരങ്ങൾക്ക് എതിരാണ് എന്ന് മനസ്സിലായപ്പോൾ അത് സംരക്ഷിക്കാനായിട്ട് സർക്കാരിന്റെ നയങ്ങളെ ചോദ്യം ചെയ്തു. അടുത്തതായിട്ട് वांगरी मथाई ആണ്. अफ्रीका की ग्रीन बेल्ट मूवमेंट की संस्थापक वांगरी मथाई को पर्यावरण के लिए काम करने पर नोबेल शांति पुरस्कार मिला. അപ്പോൾ ആഫ്രിക്കയിലെ ഗ്രീൻ ബെൽറ്റ് മൂവ്മെന്റ് എന്ന് പറയുന്ന ഒരു മൂവ്മെന്റ്, നേരത്തെ ചിപ്കോ മൂവ്മെന്റ് എന്ന് പറഞ്ഞില്ലേ, അതുപോലെ ഒരു മൂവ്മെന്റ് നടന്നിട്ടുണ്ട്. അതിനു വേണ്ടിയിട്ട് പ്രവർത്തിച്ച ഒരു ആക്ടിവിസ്റ്റ് ആണ് വാങ്കരി മഥായ് എന്ന് പറയുന്നത്. പര്യാവരൺ കെ ലിയെ കാം കർണേ പർ, ഈ പരിസ്ഥിതിയെ സംരക്ഷിക്കാനായിട്ട് വർക്ക് ചെയ്തതിന് വേണ്ടിയിട്ട് വാങ്കരി മഥായിക്ക് എന്താണ് നൊബേൽ ശാന്തി പുരസ്കാർ, അതായത് നൊബേൽ പ്രൈസ് ഫോർ പീസ് കിട്ടിയിട്ടുണ്ട്, സമാധാനത്തിനായിട്ടുള്ള നൊബേൽ സമ്മാനം കിട്ടിയിട്ടുണ്ട്. ഉൻഹോനെ ലാഖോ പേഡ് ലഗുവായെ, അതായത് വാങ്കരി മഥായി ആളുകളെ പ്രേരിപ്പിച്ചു എന്തിനു വേണ്ടിയിട്ട്, ലക്ഷക്കണക്കിന് മരങ്ങൾ നടാനായിട്ട്. ഓർ മഹിളാവോ കോ പ്രകൃതി സെ ജോഡ്കർ, അതുപോലെ തന്നെ മഹിള എന്ന് വെച്ചാൽ എന്താണ്, സ്ത്രീകളെ പ്രകൃതിയുമായി ചേർത്ത് ആത്മനിർഭർ ബനായ, എന്താ അവരെ സ്വയം പര്യാപ്തരാക്കിയിട്ട് മാറ്റി. അടുത്തതായിട്ട് പറയുന്നത് രാകേഷ് കംബോജ് ജിനെ കുറിച്ചിട്ടാണ്. ഭാരത് മേ പര്യാവരൺ സംരക്ഷൺ और जैविक खेती के क्षेत्र में सक्रिय है എന്ന് വെച്ചാൽ അദ്ദേഹം പരിസ്ഥിതി സംരക്ഷണം അതുപോലെ തന്നെ ജൈവിക് ഖേതി എന്ന് വെച്ചാൽ ഓർഗാനിക് ഫാമിംഗ്, അതായത് കെമിക്കൽ പെസ്റ്റിസൈഡ്സും കാര്യങ്ങളൊന്നും ഉപയോഗിക്കാതെ നല്ല ജൈവികമായിട്ടുള്ള രീതിയിൽ ചെയ്യുന്ന ഫാമിംഗ്, ഈ ഫീൽഡിലൊക്കെയാണ് അദ്ദേഹം ആക്റ്റീവ് ആയിട്ടുള്ളത്. സക്രിയ എന്ന് വെച്ചാൽ അതാണ്. ഉൻഹോനെ ഗാവോ മേ ലോഗോ കോ ജാഗരൂക് കിയ कि പ്രകൃതി से प्यार करके ही हम स्वस्थ जीवन जी सकते हैं. അദ്ദേഹം എന്താണ് ചെയ്തത്, ഗാവോ മേ ലോഗോ കോ ജാഗരൂക് കിയ, ഗ്രാമങ്ങളിലെ ആളുകളെ ജാഗരൂകരാക്കി. എന്ത് പറഞ്ഞിട്ടാണ്, അവരെന്ത് പറഞ്ഞാണ് മനസ്സിലാക്കിയത്, പ്രകൃതി സെ പ്യാർ കർക്കെ ഹി, പ്രകൃതിയെ സ്നേഹിച്ചുകൊണ്ട് മാത്രമാണ് ഹം സ്വസ്ഥ ജീവൻ ജി സക്തേ ഹെ, നമ്മൾ എന്താണ് സ്വസ്ഥ ജീവൻ എന്ന് വെച്ചാൽ നമുക്ക് ഹെൽത്തി ആയിട്ടുള്ള ഒരു ജീവിതം മുന്നോട്ട് നയിക്കാനായിട്ട് പറ്റുകയുള്ളൂ. അസുഖങ്ങളൊന്നും ഇല്ലാതെ നമുക്ക് നല്ല ഹെൽത്തി ആയിട്ട് ജീവിക്കാനായിട്ട് പറ്റിയ പ്രകൃതിയോട് ഇണങ്ങി ജീവിക്കുമ്പോഴാണ് എന്ന് ആ നാട്ടിലെ, അതായത് ഗ്രാമങ്ങളിലെ ആളുകളെ പറഞ്ഞ് അദ്ദേഹം മനസ്സിലാക്കി. അപ്പോൾ 2-3 പേരുടെ കാര്യമാണ് ഞാൻ കൊടുത്തിട്ടുള്ളൂ. പിന്നെ നിങ്ങൾക്ക് അസൈൻമെന്റിനൊക്കെ ആവശ്യമാണെന്നുണ്ടെങ്കിൽ കൂടുതൽ ഇൻഫർമേഷൻ ഗൂഗിളിൽ നിന്നോ മറ്റോ എടുത്തിട്ട് ആഡ് ചെയ്യാം കേട്ടോ. അത് അത്ര അങ്ങനെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ അല്ല. പക്ഷെ അപ്പോൾ ഇൻ കേസ് എന്തെങ്കിലും ലേഖനോ കാര്യങ്ങളോ ഒക്കെ ചോദിക്കുകയാണെങ്കിൽ ഇതിൽ 1-2 ആൾക്കാരുടെ പേരൊക്കെ ചേർത്ത് എഴുതി കഴിഞ്ഞാൽ നല്ലതായിരിക്കും. അപ്പം നിങ്ങൾക്ക് ആ കാര്യത്തിനെ കുറിച്ച് കുറച്ച് എക്സ്ട്രാ അറിവുണ്ടെന്ന് തോന്നിക്കാൻ വേണ്ടിയിട്ട് നല്ലതാണ്. അല്ലാത്ത പക്ഷം അതങ്ങനെ ചോദിക്കാനായിട്ട് സാധ്യതയുള്ള ഒരു ക്വസ്റ്റ്യൻ അല്ല. പിന്നീട് നേരത്തെ ഒരു കാര്യം പറയാനായിട്ട് ഞാൻ വിട്ടുപോയി. കോൺവേഴ്സേഷൻ്റെ ഒരു സ്റ്റാൻഡേർഡ് ഫോമാറ്റിൽ എപ്പോഴും ഒരു 8 എക്സ്ചേഞ്ചെങ്കിലും ഉണ്ടാവണം എന്നാണ് പറയുന്നത്. 8 എക്സ്ചേഞ്ച് എന്ന് പറഞ്ഞാൽ അറ്റ്ലീസ്റ്റ് 4 ഡയലോഗ്, കുറഞ്ഞത് 4 ഡയലോഗ് ഒരാളുടെയും 4 ഡയലോഗ് മറ്റേ വ്യക്തിയുടെയും നിങ്ങൾ എഴുതിയിരിക്കണം എന്നാണ്. അതിലും കുറവ് കോൺവെർസേഷൻ എഴുതാതിരിക്കുക. 8 എക്സ്ചേഞ്ചെങ്കിലും മിനിമം എഴുതിയിരിക്കണം. അതാണ് എപ്പോഴും ഒരു സ്റ്റാൻഡേർഡ് ആയിട്ട് കണക്കാക്കപ്പെടുന്നത്. പിന്നെ അതുപോലെ തന്നെ ഈ കോളൻ ഇടുമ്പോൾ ഇതിൽ കുറച്ച് ചെരിഞ്ഞിട്ടാണ് കിടക്കണത്, അത് ശ്രദ്ധിക്കണ്ട. പക്ഷെ ഇങ്ങനെ നിങ്ങൾ ഈ ക്യാരക്ടേഴ്സിന്റെ ഡയലോഗ്സ് എഴുതുന്ന സമയത്തുണ്ടല്ലോ, ഈ കോളൻ എപ്പോഴും ഒരു സ്ട്രെയിറ്റ് ലൈനിൽ ഇടാനായിട്ട് നോക്കുക. വേണമെങ്കിൽ നിങ്ങൾക്ക് പെൻസിൽ വെച്ചൊരു ലൈൻ വരച്ചിട്ട് എന്താണ് കോളൻ ഇടാം. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് സ്ട്രെയിറ്റ് ആയിട്ട് ഇടാൻ പറ്റുന്നുണ്ടെങ്കിൽ അങ്ങനെ ഇടുക. അതാണ് കുറച്ചും കൂടെ നല്ലത് എപ്പോഴും കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ സജഷൻസ് എന്നെ കോമെന്റ്സിൽ എഴുതി അറിയിക്കുക കേട്ടോ. താങ്ക്സ് ഫോർ വാച്ചിങ് ദി വീഡിയോ.